ഇന്ന് നമ്മൾ അശ്വന്തിനൊപ്പമാണ്. അശ്വന്തിന് ഇപ്പോൾ അടുത്ത ആഴ്ച ടെസ്റ്റാണ്. അപ്പോൾ അശ്വന്തിന് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ ജസ്റ്റ് ഒരു ട്രയലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതെന്തൊക്കെയാണ് അശ്വന്ത് ഓടിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ റോഡിന് നമ്മൾ നിർത്തുമ്പോൾ ഇപ്പോൾ ഗിയർ നിർബന്ധമായിരുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ട് ഗിയർ ഡൗൺ ചെയ്ത് പാർക്കിംഗ് നോക്കിയിട്ട് നിർത്താൻ പാടും കേട്ടോ. ഒരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. തേർഡിലാണെങ്കിൽ തേർഡിലാണ് നമ്മൾ വണ്ടിക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ തേർഡ് ഗിയറിലാണ് ഇപ്പൊ വണ്ടി ഓൾറെഡി പോകുന്നത്. അപ്പൊ നമ്മള് നിർത്തുന്ന പറയുമ്പോൾ വീണ്ടും വണ്ടിക്ക് സ്പീഡ് കുറയുകയാണ്. അപ്പൊ തേർഡ് ഗിയർ ഒരു 30 താഴെ പോയി 20 എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏത് ഗിയറിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ്, ഇങ്ങനെ ഒരു ഇറക്ക് തിരിച്ച് റിട്ടേൺ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തേർഡ് ഗിയറിലൊക്കെ നിർത്താം. മനസ്സിലാക്കുക. ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പതുക്കെ മുന്നോട്ട് മൂവ് ചെയ്യുമല്ലോ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായാലും മുന്നോട്ട് പോകുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. അതുപോലെ വണ്ടി എടുക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റ് നിങ്ങൾക്ക് ശരിക്കും ബാക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ, എന്നിട്ടൊക്കെ ഇട്ടാൽ മതി. അതുപോലെ ഡ്രൈവിംഗ് സീറ്റില് ഇപ്പൊ ആരാണ് ഇരിക്കുന്നത് അവർക്ക് കൂടി ഒന്നും പറയണത്. ഡ്രൈവിംഗ് സീറ്റില് ചിലപ്പായിട്ട് അതൊക്കെ ഒന്ന് വൈപ്പറൊന്നും വാങ്ങിക്കണം. ടെസ്റ്റ് കഴിഞ്ഞില്ലേ ഇവരെയല്ല അവരൊക്കെ പാസ്സായി. നീ എന്താ വിചാരിച്ചേ? വീഡിയോ ഇട്ട് ഇനിയിപ്പോ തെറ്റാ. ജീപ്പുകാരൻ ചിലപ്പോ കയറുമായിരിക്കും കേട്ടോ. ജീപ്പുകാരൻ കയറും. ജീപ്പുകാരൻ വണ്ടി ക്ലച്ച് താങ്ങരുത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ഓടിക്കും. ഇവിടെ സ്റ്റാർട്ട് എന്താ സംഭവം അറിയാവോ? സെക്കൻഡ് ഗിയറിലെ വണ്ടിയില്ല. ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഓക്കെ. അതെന്താ സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ? അതെന്താ സെക്കൻഡ് ഗിയറിൽ എടുക്കാനുള്ള കാരണം എന്താ? വണ്ടി നിന്നിട്ട് ഫസ്റ്റ് ടയറിന്റെ കറക്കം നിന്നല്ലോ. ടയറിന്റെ കറക്കം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഫസ്റ്റ് ഗിയർ ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഗിയറിലൂടെ ഗിയറിനെ ഡൗൺ ചെയ്തിട്ട് ടയറിന്റെ കറക്കം നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. കുഴി കാണുന്നില്ല. നീ എന്ത് ചെയ്യണമായിരുന്നു? ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ട് അതിന് പതുക്കെ എടുക്കണമായിരുന്നു. ഓക്കെ. ഇവിടെ നിന്ന് തെറ്റാ. തേർഡ് ഗിയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നാലാമത്തെ ഗിയർ കൊടുക്കും. വെള്ളം ഇരിക്കുന്ന കൈപ്പിടും കൊണ്ട് പോകാൻ പറ്റും. എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് നിർത്താം. സാറ് നിങ്ങളോട് നിർത്താൻ പറഞ്ഞു. ഓക്കെ. അത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, മുന്നോട്ട് പോട്ടെ. എന്നിട്ട് 4 പേരും പുറത്തിറങ്ങി നിൽക്കണം. ഇവിടെ എത്രയോ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നുമില്ല.
ഇൻഡിക്കേറ്റർ ഇടുന്നത് തെറ്റ്. ആദ്യമേ റൈറ്റ് സൈഡിലോട്ട് ഇട്ട് അത് പിന്നെയാണ് നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് തെറ്റാണ് പിന്നെയാണ് നീ ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുന്നത്. ഓക്കെ, അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. എടുക്കും വണ്ടി ബാക്കോട്ട് പോകുന്നു. ഓക്കെ, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ക്ലച്ച് കാല് റിലീസ് ചെയ്താൽ മതി. അത് പെട്ടെന്ന് വെച്ചിട്ടില്ല. ഇൻഡിക്കേറ്റർ വെച്ച് പോകുന്നു. ഓക്കെ, നാലാമത്തെ കഴിഞ്ഞ ടൈമായി. ഓക്കെ, വണ്ടി ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ആ വെള്ള ലൈൻ അത് തന്നെ. ലൈൻ ചേർന്ന് പോകണം. ലൈൻ ചേർന്ന് ഇപ്പൊ ആ ലൈനിന്റെ എന്തായാലും വണ്ടി റോഡ് വിട്ടൊന്നും ഇറങ്ങുമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടി ഒരു ഇതുണ്ട്, ഇങ്ങനെ പോകണം. ഇപ്പൊ എതിരെ പോകുന്ന ആ ലൈനിൽ ഓക്കെ. വണ്ടി ഓടിക്കുന്നു. വണ്ടീന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുന്നത് ചെറിയൊരു തെറ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇൻഡിക്കേറ്റർ മേലേക്ക് ആക്കിയത് വലത്തോട്ട് അല്ല, ലെഫ്റ്റ് സൈഡ്. താഴേക്ക് ആക്കി കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡ്. ഇപ്പൊ എന്താ ക്ലച്ചിങ്ങിൽ ചവിട്ടി പിടിക്കാനുള്ള കാരണം എന്താ? റൈറ്റ് നമുക്ക് റൈറ്റ് തൊട്ട്. ഓക്കെ, എടുത്തു. എടുക്കും. വണ്ടിയില് വേഗം എടുക്കും. എടുക്കും. ക്ലച്ചിന്ന് കാലം യൂസ് ചെയ്ത് എടുക്കും. എന്താ 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 എന്താന്ന് പറ നീ ഇവിടെ എന്താ പ്രശ്നം എന്താന്ന് പറ. സെക്കൻഡ് ആയിട്ട് എന്നാ ഓക്കെ, എടുക്കും. നിന്ന വണ്ടി ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നില്ല. നിർത്തി നീ അവിടെ എവിടെ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ആ റോഡിലൂടെ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോന്നല്ലോ നോക്കുന്നത്. ഓക്കെ, അടവ് തിരിഞ്ഞ് വന്നപ്പോ എവിടെയായിരുന്നു ശ്രദ്ധയുണ്ടായിരുന്ന? വണ്ടിയിലായിട്ടാണോ അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് ശ്രദ്ധ വന്നേ? ഇങ്ങോട്ട്. ആ കയറ്റം കഴിഞ്ഞ് സ്പീഡ് ഞാൻ കുറഞ്ഞു. അത് ഗിയർ ഡൗൺ ചെയ്തു. ഗിയർ ഡൗൺ. വണ്ടി എങ്ങോട്ട് പോകുന്നു? കേട്ടോ, നിന്റെ വണ്ടി എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് ഒതുക്കി നിർത്തി. ഇൻഡിക്കേറ്റർ അവർ ചെയ്ത് പറയും. അതും കൂടി കറക്റ്റാണ്. കുറച്ചും മുന്നോട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്ക്. ഒതുക്കടാ. കാഴ്ച കൊടുക്കുക. ഓക്കെ, നിർത്തി. ഓക്കെ, ഒന്ന് കയറ്റി. ഓക്കെ, എടുക്കും.
പോകാൻ നോക്കുന്നത്. എടുത്തോ. നീ കറക്റ്റ് ആക്കി വെക്ക്. ബാക്കോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കൂടി ഹാൻഡ് ബ്രേക്ക് വെച്ചു പിടിക്കും. ഓക്കെ. ഓക്കെ. വിളിച്ചുന്നുണ്ട് അതെടുത്തു. ഓക്കെ. നമ്മളെപ്പോഴും വണ്ടി ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വലിയൊരു തെറ്റാണ് സാറ് നിർത്തിയിട്ട് വണ്ടി എടുക്കാന്നായിട്ട് നീ ഫസ്റ്റ് വരില്ല. മറന്നു പോവാണ്. വണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഗിയറിലോട്ട് കൊടുക്കുക. വണ്ടി നിന്നില്ല, ആ ഒരു പോയിന്റ് നിർത്തുക. നീ ഹാൻഡ് ബ്രേക്ക് ആദ്യം വെക്ക്. അത് കണ്ടോ, അവിടെ സെക്കൻഡ് ഗിയറിലായതുകൊണ്ടാണ് നമുക്ക് വണ്ടി മുന്നോട്ട്. ആ വലിക്കാനൊരു ടോർക്ക്, ഗിയർ ബോക്സിൽ നിന്ന് ടോർക്കാണല്ലോ, ഹോഴ്സ് പവർ ആണ് ഗിയർ ബോക്സിൽ നിന്ന് വരുന്നത്. ആ നിന്ന ഒരു വണ്ടിയാണ്, പ്രത്യേകിച്ച് ഒരു കയറ്റത്തൊക്കെ സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവോ ഒരു ശക്തിയോ ഒന്നും ഇല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ ഗിയറിനെ വന്ന ശേഷം എടുക്കാൻ പാടും. അതിന് എത്ര രൂപയാണ് കൊടുത്തത്? 5 രൂപയുണ്ട്. എന്ത് കാണിക്കാനാണ്? ഇവിടെ പെട്രോൾ അടിക്കാൻ പോലും ഇവിടെ തയ്യുന്നില്ല. അവിടെ ചെലവിനൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയും കൊണ്ടൊക്കെ ചെലവൊക്കെ. ഇത് വീടിന് ആരെ കണ്ടു? ആരെ കണ്ടു? നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഷോർട്സ് ഇട്ടോ, വീഡിയോസ് ശാന്തതാ. ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു. യശ്വന്തൊക്കെ നല്ല 100% ക്ലിയറായിട്ട് ഓടുന്നതാണ്. ശാന്ത വരുന്നില്ല. യശ്വന്ത് വേറെ എവിടെ നോക്കിയാ പഠിക്കുന്നുണ്ട്. എവിടുന്ന് പഠിക്കാൻ? ഒന്ന് ആ ട്രാക്ക് മാറ്റുമ്പോൾ സൈഡിൽ വെള്ളം നോക്കണ്ടോ, ബൈക്കിൽ വണ്ടി ഉണ്ടോ? എത്രയാ ഫുള്ള് ഫീസ്? 15. റുപ്യയും കൂടി എങ്ങനെയെങ്കിലും 10 റുപ്യ ആക്കിയിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ നോക്കുന്നത് നീ വലിയ ഡ്രൈവർ നമുക്ക് ആകുമ്പോൾ നേരെ എടുത്തു വണ്ടി ഞാൻ വണ്ടിയില്ലാണ്ട് ഞാൻ എങ്ങനെ ഇതാക്കാനാ? ഇനി കൊറേ ഓടിച്ച് പഠിച്ചാലല്ലേ റെഡി ആവുള്ളൂ. വണ്ടി എടുക്കാൻ പറ. ഇപ്പൊ ബേസിക് ആയി, ഇനിയിപ്പൊ കൊറേ എക്സ്പീരിയൻസ് ആക്കണം, അല്ലാണ്ട് റെഡി ആവൂല. ഇൻഡിക്കേറ്റർ
കയറുവാണെങ്കിൽ ഓക്കെ ആണ്. റോഡ് വിട്ട് ഇറക്കി നിർത്തുന്നു, റോഡ് വിട്ട് ഇറക്കി. ഇതെന്ത് ക്ലച്ച് അവിടെ നിന്നാ? പിന്നെ നമുക്ക് വണ്ടി മുന്നോട്ട് നീക്കണമെങ്കിൽ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഗിയർ എടുക്കുക, അതിന്റെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വണ്ടി സ്പീഡ് കുറഞ്ഞാൽ പിന്നെ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ എടുക്കും, നിർബന്ധമായും ഗിയർ ഞാൻ ഡൗൺ ചെയ്ത് കൊടുത്തിരിക്കണം. ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇടാനും പറ്റില്ല. വണ്ടി ഫസ്റ്റ് ഗിയറിൽ കുറച്ച് വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് നീക്കി നിർത്ത്. എടുക്കുക, ക്ലച്ച് അങ്ങോട്ട് കാലെടുക്കുക. എന്താ സംഭവം? എന്താ പെട്ടെന്ന് കാലെടുത്തൊന്നുമല്ല, നീ ഗിയർ മാഞ്ഞ ഒരു തൊട്ട് മുന്നേ പറഞ്ഞല്ലേ ഉള്ളു. ഓക്കെ, സ്റ്റാർട്ട് ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ഗിയർ എന്നിട്ട് വെച്ചു. ആക്സിഡന്റ് കൊടുക്കുന്നില്ല. വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗിയർ തന്നെ എടുത്തു തുടങ്ങും. എന്നാലേ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വണ്ടി ഓഫായി.